കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് വീണ്ടും മൊബൈൽ ഫോണുകൾ പിടികൂടി. ഉത്തരമേഖല ജയിൽ ഡിഐജിയുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് 3 മൊബൈൽ ഫോണുകൾ പിടിച്ചെടുത്തത്. ജയിൽ സൂപ്രണ്ടിന്റെ പരാതിയിൽ കണ്ണൂർ ടൗൺ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി അരുൺ പൂപ്പറമ്പ കണ്ണൂരിൽ നിന്ന് ചേരുന്നുണ്ട്. അരുൺ, ഈ ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടത്തിന് പിന്നാലെ പരിശോധനയൊക്കെ അല്പം കൂടി ശക്തമാവുന്നുണ്ട്. ഇത് കണ്ണൂർ ജയിലിൽ നിന്ന് ഫോണുകൾ പിടികൂടുന്നു എന്നുള്ളത് ഒരു പുതിയ സംഭവമല്ലാതായി മാറുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട്. തുടർച്ചയായി ഇതിനു മുമ്പും സമാനമായ സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളതാണ്. ഈ പരിശോധന എങ്ങനെയായിരുന്നു? വിവരങ്ങൾ എന്താണ് അരുൺ പൂപ്പറമ്പ്? റീജിത്ത് ഇപ്പോൾ സൂചിപ്പിച്ച പോലെ തന്നെ ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടത്തിന് ശേഷം കണ്ണൂർ സെൻട്രൽ ജയിലിൽ പരിശോധനകൾ കൂടുതൽ ശക്തമാക്കിയിട്ടുണ്ട്. അതിൽ ഈ പ്രതിദിന പരിശോധന അതിൽ കൂടുതൽ ഊർജിതമായി നടത്തുമെന്ന് നേരത്തെ തന്നെ ജയിൽ അധികൃതർ അറിയിച്ചിരുന്നു. അതിലൊക്കെ ഈ വീഴ്ച സംഭവിച്ചുവെന്ന ആക്ഷേപം ഈ ജയിൽ വകുപ്പിൻ്റെ തന്നെ അന്വേഷണത്തിൽ ഈ ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടവുമായി ബന്ധപ്പെട്ട് ജയിൽ വകുപ്പ് തന്നെ നടത്തിയ അന്വേഷണത്തിൽ അതിലൊക്കെ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന വിലയിരുത്തൽ ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായാണ് ഈ ഉത്തരമേഖല ജയിൽ DIGയുടെ നേതൃത്വത്തിൽ അത് കൃത്യമായി നിരീക്ഷിച്ചുകൊണ്ടുള്ള പരിശോധനകൾ നടത്തി വരുന്നത്. കഴിഞ്ഞ ദിവസം, അതായത് വെള്ളിയാഴ്ച വൈകിട്ടാണ്, വെള്ളിയാഴ്ച രാവിലെ അവിടെ ജയിലിൽ ഉത്തരമേഖല ജയിൽ DIGയുടെ നേതൃത്വത്തിൽ ഒരു യോഗം ചേർന്നിരുന്നു. ഈ സുരക്ഷാ സംവിധാനങ്ങളെ സംബന്ധിച്ചൊക്കെ വിലയിരുത്തുന്നതിന് വേണ്ടി, അതിൽ കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ചർച്ചകൾ ആ യോഗത്തിൽ നടന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനുശേഷമാണ് ഈ തടവുകാർക്ക് മുന്നറിയിപ്പില്ലാതെ ഒരു പരിശോധന ജയിലിൽ നടത്തിയത്. അതിനിടെയാണ് 3 മൊബൈൽ ഫോണുകൾ, അതോടൊപ്പം തന്നെ മൊബൈൽ ചാർജർ, ഹെഡ്സെറ്റ് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ കണ്ടെത്തിയത്. അത് 5, 6, അതോടൊപ്പം തന്നെ ജയിലിലെ ന്യൂ ബ്ലോക്ക്, അങ്ങനെ 3 ബ്ലോക്കുകളിൽ നിന്നായാണ് ഇത് കണ്ടെത്തിയത്. അവിടെ കല്ലിനടിയിൽ ഒളിപ്പിച്ച നിലയിലും അതോടൊപ്പം തന്നെ ഈ കുളിമുറിയുടെ ഈ വെന്റിലേറ്ററിൻ്റെ അടിയിൽ ഒളിപ്പിച്ച നിലയിലൊക്കെയാണ് ഈ മൊബൈൽ ഫോണുകളും ചാർജർ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ഉണ്ടായിരുന്നത്. ഇതാദ്യമായല്ല, നമുക്കറിയാം, നിരവധി വാർത്തകളും ഇതിൻ്റെ വിവരങ്ങളൊക്കെ നേരത്തെയും പുറത്തു വന്നതാണ്. കഴിഞ്ഞ മാസങ്ങളിൽ പോലും വിവിധ ബ്ലോക്കുകളിലായി ഇത്തരത്തിൽ മൊബൈൽ ഫോണുകൾ, ലഹരി മരുന്നുകൾ, ഇലക്ട്രോണിക് ഉപകരണങ്ങളൊക്കെ കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിൽ പരിശോധനയിൽ മൊബൈൽ ഫോണുകൾ കണ്ടെത്തിയാൽ അടുത്ത നടപടി ജയിൽ സൂപ്രണ്ട് അതിൽ ടൗൺ പോലീസിൽ ഒരു പരാതി നൽകും. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് ഒരു FIR രജിസ്റ്റർ ചെയ്യും. പോലീസ് സംഘം അവിടെ എത്തി ഒരു പരിശോധനയും ഒരു അന്വേഷണവും നടത്തും. അതോടെ അത് അവസാനിക്കുന്നതാണ്. ഏതെങ്കിലും തരത്തിൽ അതിനപ്പുറത്തേക്കുള്ള നടപടികൾ ഈ മൊബൈൽ ഫോണുകൾ പിടികൂടിയതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടില്ല. അപൂർവം ചില ഈ സംഭവങ്ങളിൽ ഈ തടവുകാരെ ജയിൽ മാറ്റിയിട്ടുള്ള സംഭവങ്ങൾ കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഉണ്ടായിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് കൃത്യമായി ഇത് ആരാണ് ഉപയോഗിക്കുന്നത്, ഈ പിടികൂടുന്ന മൊബൈൽ ഫോണുകൾ ആരാണ് ഉപയോഗിക്കുന്നത് എന്നതിനെ സംബന്ധിച്ചൊന്നും പിന്നീട് ഒരു പരിശോധനയും അന്വേഷണം ഉണ്ടാവാറില്ല എന്നതാണ് മുൻകാല അനുഭവങ്ങൾ സൂചിപ്പിക്കുന്നത്. അതോടൊപ്പം വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്, ഇത്രത്തോളം സുരക്ഷാ സംവിധാനങ്ങളൊക്കെ കൂട്ടി പരിശോധനകളൊക്കെ കൂട്ടി എന്ന് പറയുമ്പോൾ പോലും എങ്ങനെയാണ് ഈ മൊബൈൽ ഫോണുകളും ഈ സാധനങ്ങളൊക്കെ ജയിലിലേക്ക് എത്തുന്നത് എന്ന ചോദ്യം അവശേഷിക്കുകയാണ്. അതിൽ എന്തെങ്കിലും ഒരു വ്യക്തത വരുത്താൻ പോലീസിനോ ജയിൽ വകുപ്പിനോ സാധിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിൽ പല കാരണങ്ങൾ അല്ലെങ്കിൽ പല രീതിയിൽ ഈ ജയിലിലേക്ക് ഈ സാധനങ്ങൾ എത്തുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ ഈ കണ്ടെത്തലുകളൊക്കെ മുമ്പുണ്ടായിട്ടുണ്ട്. അത് ഈ അരുൺ, നേരത്തെ തന്നെ ഇത് ഈ ജയിലിന് പുറത്ത് നിന്ന ആളുകൾ ഈ മതിലിനിപ്പുറത്തേക്ക് മൊബൈൽ ഫോണുകൾ എറിഞ്ഞു നൽകുന്നു, അതുപോലെ ലഹരി വസ്തുക്കൾ എറിഞ്ഞു നൽകുന്നു എന്നതടക്കമുള്ള ആക്ഷേപങ്ങളൊക്കെ കണ്ണൂർ ജയിലുമായി ബന്ധപ്പെട്ട് ഉയർന്നിട്ടുള്ളതാണ്. അതിന് പിന്നീട് തെളിവുകളൊക്കെ കിട്ടിയിട്ടുള്ളതാണ്. അപ്പോഴൊക്കെ ഉദ്യോഗസ്ഥർ പറയുന്ന ചില ഈ സൗകര്യങ്ങളുടെ അപര്യാപ്തതയുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ CCTVകൾ പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതൊക്കെ ഗോവിന്ദച്ചാമിയുടെ ജയിൽചാട്ടത്തിന് പിന്നാലെ കൂടുതലായി വ്യക്തമായ കാര്യങ്ങളാണ്. ഈ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ പരിഹരിക്കാനുള്ള കൂടുതൽ CCTVകൾ സ്ഥാപിക്കാനോ അല്ലെങ്കിൽ ഉള്ള CCTVകൾ നന്നാക്കാനോ ഒക്കെയുള്ള നടപടികളൊക്കെ ഇതിന് സമാന്തരമായി നടക്കുന്നുണ്ടോ? ഈ പുറത്തു നിന്ന് ആളുകൾ ഈ കഞ്ചാവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ജയിലിനകത്തേക്ക് എറിഞ്ഞു നൽകുന്നു എന്ന കണ്ടെത്തലൊക്കെ ഉണ്ടായിരുന്നതാണ്. അതിനെയൊക്കെ മറികടക്കാനുള്ള നീക്കം ഈ സുരക്ഷ ശക്തമാക്കുന്നതിൻ്റെ ഭാഗമായി ഉണ്ടാവുന്നുണ്ടോ അരുൺ പൂപ്പറമ്പ്? റീജിത്ത്, ഇതിൽ 2 or 3 സാധ്യതകളാണ് നേരത്തെ ഈ ജയിൽ അധികൃതരും അതോടൊപ്പം തന്നെ പോലീസൊക്കെ ചൂണ്ടിക്കാണിച്ചത്. അതൊന്ന്, നേരത്തെ അത്തരത്തിൽ പിടികൂടിയിട്ടുണ്ട്. ഈ ജയിൽ മതിലിന് പുറത്തു നിന്നും ഈ ജയിൽ കോമ്പൗണ്ടിലേക്ക് ഇത്തരം സാധനങ്ങൾ എറിഞ്ഞു കൊടുക്കുക. അത് കൃത്യമായി അടയാളപ്പെടുത്തുന്ന സ്ഥലത്ത് അവിടെ ഈ തെങ്ങുകളൊക്കെയുണ്ട്. ആ തെങ്ങുകളൊക്കെയാണ് ഇതിൻ്റെ അടയാളമായി പറയുക. അങ്ങനെ എറിഞ്ഞു കൊടുത്തതിന് ശേഷം ഇവരെ ഈ ജയിലിൽ
എല്ലാ നിയമപരമായി ഇവരെ കാണാൻ കിട്ടുന്ന അവസരത്തിൽ ആ കൃത്യമായി അടയാളപ്പെടുത്തിയ സ്ഥലം പറഞ്ഞു കൊടുക്കുക. അങ്ങനെ ആ സാധനങ്ങൾ ഇവർ കുളിക്കാനും മറ്റുമൊക്കെ പുറത്തിറക്കുന്ന സമയത്ത് ഈ തടവുകാർ ഇത് പോയി എടുക്കുന്ന സാഹചര്യങ്ങളൊക്കെ മുമ്പുണ്ടായിട്ടുണ്ട്. അത്തരത്തിൽ ഈ സംഭവം പിടികൂടുകയും അത്തരം വിവരങ്ങൾ പുറത്തു വരികയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ജയിൽ അധികൃതർ പറഞ്ഞത് അവിടെയൊക്കെ CCTV നിരീക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം ജയിൽ കോമ്പൗണ്ടിന് പുറത്ത് ഈ ജയിൽ ഉദ്യോഗസ്ഥരുടെ കൃത്യമായ സർവൈലൻസ് ഉണ്ട്, നിരീക്ഷണമുണ്ട്, അതിനായി പ്രത്യേകം നിയോഗിച്ചിട്ടുണ്ട് എന്നുള്ള വിശദീകരണമൊക്കെ ജയിൽ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. മറ്റൊരു സാധ്യത പറയുന്നത് ഈ പരോളിനും അതോടൊപ്പം തന്നെ കോടതി ആവശ്യത്തിനൊക്കെ പുറത്തുപോയി വരുന്ന തടവുകാർ ഉള്ളിലേക്ക് കയറുമ്പോൾ പല രീതിയിൽ ഈ ചെറിയ ഫോണാണെങ്കിൽ സ്വകാര്യ ഭാഗങ്ങളൊക്കെ ഒളിപ്പിച്ചുകൊണ്ട് അകത്തേക്ക് കയറ്റാനുള്ള ശ്രമങ്ങളൊക്കെ നടക്കുക, അത്തരത്തിലുള്ള സാധ്യത കൂടി പറയുന്നുണ്ട്. പക്ഷേ അതൊന്നും കണ്ടുപിടിക്കാനുള്ള പരിശോധന ഇപ്പോൾ കണ്ണൂർ സെൻട്രൽ ജയിലിൽ അത്തരം സൗകര്യങ്ങളില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയുള്ള സാധ്യത കൂടിയുണ്ട്. മുമ്പ് ഈ ലഹരി മരുന്നുകൾ അവിടെ എത്തിക്കുന്ന, അതായത് ഈ ഭക്ഷണം സാധനങ്ങൾ എത്തിക്കുന്ന വാഹനങ്ങളിൽ ലഹരി മരുന്നുകൾ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് എത്തിച്ച സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയും സാധ്യതകളുണ്ട്. അങ്ങനെയും ഈ മൊബൈൽ ഫോണുകൾ കടത്താൻ സാധിക്കും. അതിനൊക്കെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള പരിശോധനകൾ ഇപ്പോൾ നടക്കുന്നുണ്ട് എന്ന് ജയിൽ അധികൃതർ പറയുന്നുണ്ടെങ്കിൽ പോലും ഇപ്പോഴും സുലഭമായി ഈ മൊബൈൽ ഫോണുകളും മറ്റ് സാധനങ്ങളൊക്കെ ജയിലിനകത്ത് ലഭിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇതിൻ്റെ യഥാർത്ഥ കാരണമെന്നതിനെ സംബന്ധിച്ച് ഒരു FIR രജിസ്റ്റർ ചെയ്ത് ഒരു അന്വേഷണം നടത്തി ആ കാര്യങ്ങൾ അവസാനിപ്പിച്ചതുകൊണ്ട് അത് മതിയാവില്ല. കൂടുതൽ അന്വേഷണം ജയിൽ വകുപ്പിൻ്റെയും പോലീസിൻ്റെയും സംയുക്തമായി നടത്തിയാൽ മാത്രമേ ഈ സാധനങ്ങൾ എങ്ങനെ ജയിലിനകത്തേക്ക് കയറുന്നു എന്നതിനെ സംബന്ധിച്ച് ഒരു വ്യക്തത ഉണ്ടാവുകയുള്ളൂ. ശരി, അരുൺ പൂപ്പറമ്പ വിവരങ്ങൾ നൽകുകയായിരുന്നു. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് വീണ്ടും മൊബൈൽ ഫോണുകൾ പിടികൂടിയിരിക്കുകയാണ്. ഉത്തരമേഖല ജയിൽ DIGയുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് 3 മൊബൈൽ ഫോണുകൾ പുതുതായി കണ്ടെത്തിയിരിക്കുന്നത്.